ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എൽ ലവ് ചാനലിലേക്ക് സ്വാഗതം. ബിറ്റർ സ്വീറ്റ് ലവ് എപ്പിസോഡ് 3 ആണ് നമ്മൾ കാണുന്നത്. 2-ൽ നമ്മുടെ ലിസിയാങ് ലുഫാനെയും കൊണ്ടിട്ട് ഒരു സർപ്രൈസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവനെ ബുള്ളി ചെയ്ത ചെക്കനെ നമ്മുടെ ബെയിലും ഫ്രണ്ട്സും കൂടിയിട്ട് തല്ലുകയാണ്. അപ്പോൾ ഇവൻ ഓടി ചെന്നിട്ട് അയ്യോ അവനെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇന്നസെൻസ് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബെയിലു പറയും ശരി അവനെ വിട്ടേരെന്ന് പറയും. അങ്ങനെ ബെയിലു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് പോലും പറയാൻ പറ്റിയില്ലേ, നിനക്ക് അവനെ തല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്നോട് പറയായിരുന്നില്ലേ, ഇനിയെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും എനിക്ക് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു പറയും. അപ്പോൾ ബെയിലി അവനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലിസിയാങ്ങിനോട് ഇവൻ പറയുന്നുണ്ട് ഇനി അവനെങ്ങാനും എന്തെങ്കിലും പറ്റുമോ ചോദിക്കുമ്പോൾ ലിസിയാങ് പറയുന്നുണ്ട് അവനൊന്നും പറ്റില്ല, അവൻ എത്ര എത്ര അടി കൊണ്ടാലും അവനൊന്നും പറ്റില്ല, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇവരൊക്കെ വലിയ മാഫിയല്ലേ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും പക്ഷേ അങ്ങനെ കഴുത്തിൽ കൈയിട്ട് സംസാരിക്കണമെന്നൊന്നും നമ്മുടെ ബെയിലൂന് ഇഷ്ടമാവണില്ല കേട്ടോ, നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മുടെ ലിസിയാങ് അവിടുന്ന് ഫ്രണ്ട്സും കൂടിയിട്ട് പോകുന്നുണ്ട്. ബെയിലു അവിടുന്ന് പോകുന്നുണ്ട്. ദെൻ ബേലു ഉണ്ട്. അപ്പോൾ ബേലു ലുഫനോട് വീണ്ടും പറയുകയാണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇനി എന്നോട് പറയണമെന്ന്. അപ്പം ബേലുവിനാണെങ്കിൽ അവൻ്റെ ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഇവരോടൊക്കെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഒക്കെ അവൻ്റെ ഭാഗത്ത് നിന്നേന്. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ ബേലു കാണിക്കുന്നത്. നീ എന്തിനീ ബാഗൊക്കെ എടുത്ത് പോരുന്നേ ചോദിക്കുമ്പോൾ നമ്മുടെ ലുഫൻ പറയും ഇല്ല ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ടായിരുന്നു പറയും. അപ്പോൾ ബെയിലു പറയും നീ തിരിച്ചു പോകാൻ നോക്ക്, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി, നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല, നീ പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ നമ്മുടെ ലുഫാനിന് അങ്ങനെ വലിയ പ്രൊട്ടക്ഷൻ ബെയിലു കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബെയിലു അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ആ തല്ല് കിട്ടിയ പയ്യനെ ഇവരൊക്കെ കൂടിയിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ദെൻ പിറ്റത്തെ ദിവസം ലുഫൻ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഭയങ്കര മാറ്റമുണ്ട്. അവനെ ആരും ഉപദ്രവിക്കാനോ ഒന്നും പറയാനോ ഇല്ല. അപ്പോൾ ബാക്കിലെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ബെയിലുവിൻ്റെ ആളാണ്, ബെയിലു അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇനി ഒന്നും പറയാതിരിക്കുക നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമാവെന്ന് പറയും. അതിങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് രാത്രി നമ്മുടെ ലൂഫാൻ ഇങ്ങനെ കുറേ കാർഡ്ബോർഡും കളക്ട് ചെയ്ത് നടക്കുന്നുണ്ട്. അവൻ്റെ ഒരു ഹോബിയെ തോന്നുന്നു. അപ്പോൾ ലിസിയങ് അപ്പോഴത്തേക്കും വിളിക്കും, ലൂഫാൻ എന്ന് വിളിക്കും. അപ്പോഴത്തേക്കും അവൻ അവിടേക്ക് വരും, ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മുടെ ലിസിയാൻ പറയും ഞങ്ങളുടെ ബെയിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞങ്ങളെയൊന്നും ഒരു കാര്യത്തിന് പോലും അവൻ സംരക്ഷിക്കാറില്ല, പക്ഷെ നിന്റെ മേലൊരാൾ കൈവച്ചപ്പോഴത്തേക്ക് അവന് സഹിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ ബെയിലുവിന് വീണ്ടും പിടിക്കുന്നില്ല ഇവൻ്റെ കഴുത്തിൽ കൈയിട്ട് നിൽക്കുന്നൊന്നും ലിസിയാങ്. അങ്ങനെ പെട്ടെന്ന് അവർ പറയും നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയും. അത് വേറെ എവിടെയല്ല, അവർ ഒരു സ്പാ ചെയ്യുന്ന സ്ഥലത്താണ്. നോക്കുമ്പോൾ നമ്മുടെ ചെക്കന് ഈ സ്പായൊന്നും പറ്റാത്തതുകൊണ്ട് അവൻ ഓരോ പ്രാവശ്യം സ്പായുടെ സമയത്ത് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും ബെയിലും ലിസിയാങ്ങും പറയുന്നുണ്ട് നീ ഒരു ആണല്ലേ, നീ അങ്ങനെ പെരുമാറുമെന്ന് പറയും. അപ്പൊ ഇവൻ പതുക്കെ വേദനയൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെയിലൂന് എഴുന്നേറ്റപ്പോഴത്തേക്കും ബെയിലൂന് നമ്മുടെ ലൂഫൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ വെറുതെ എന്തിനാ ഇവിടെ പൈസ കളയുന്നത്, എനിക്കറിയാലോ ഇത് ചെയ്യാൻ, ഞാൻ ചെയ്തുതരാന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ലൂഫാന് ബെയിലൂനോട് ഒരു സ്പാർക്ക് നമുക്ക് കാണാനുണ്ട്. എന്താവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ലൂഫാൻ അവിടെ എടുത്ത് വെച്ച കാർഡ്ബോർഡ് എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും ലിസിയാൻ പറയുന്നുണ്ട് നിനക്ക് എന്താണ്, നീ അത് വിട്ടില്ലേ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബെയിൽ പറയും ദേ അവിടെയും കിടക്കുന്നുണ്ട്, അതും കൂടി എടുത്തോ പറയും. അപ്പോൾ ലിസിയാങ്ങിന് ഭയങ്കര അത്ഭുതം. അപ്പോൾ ബെയിലുവിനോട് ചോദിക്കും നീയും ഇത് പ്രോത്സാഹിപ്പിക്കുകയാണോ ചോദിക്കും. പക്ഷെ അധികം നമുക്ക് മനസ്സിലാവും കേട്ടോ, ബെയിലു ലൂഫാൻ എന്ത് ചെയ്താലും അതിന് ഭയങ്കര സപ്പോർട്ടായിട്ടാണ്. അങ്ങനെ ലൂഫാൻ അതൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കും അവിടെ കയറുമ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു പറയും. എന്നിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ആരാന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് വേറെ ആരുമല്ല, നമ്മുടെ ലൂഫന്റെ ഭാര്യയാണ്. ഭാര്യ ആക്ച്വലി അവനെ ഉപദ്രവിക്കാൻ വേണ്ടി കരുതി കൂട്ടിയിട്ട് തന്നെ അവൻ ആ പാർട്ടിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയും നമുക്ക് പോവല്ലേ ചോദിക്കുമ്പോഴത്തേക്കും ഇവനെ കൊണ്ട് ഡ്രിങ്ക്സ് കഴിപ്പിക്കുന്നുണ്ട്, പിന്നെ ഒരു ജെല്ലിയൊക്കെ അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് നിർബന്ധിച്ചിട്ട്. പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു തരം ഒരു ഡ്രഗാണ്. ശരിക്കും പറഞ്ഞാൽ അവന് കംപ്ലീറ്റ് ഫിസിക്കൽ കൺട്രോൾ പോകുന്ന ഒരു തരം ഡ്രഗാണ്. അപ്പം എല്ലാവരും അതും പറഞ്ഞ് അവനെ ചിരിക്കുകയാണ്, അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കുറേ സീൻസ് ഒന്നും ഞാൻ പറയാൻ പറ്റുന്നതല്ല. അപ്പം നമ്മുടെ ലൂഫന്റെ ഭാര്യ ബ്രദറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറയും. അതായത് അവൾക്ക് ബ്രദർ പോലും ഒരു വിലയില്ല കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും പക്ഷെ നമ്മുടെ ബെയിലു വേഗം വരും കേട്ടോ. ബെയിലു വന്നിട്ട് ചോദിക്കും ഇത് എന്താ ചോദിക്കും. അപ്പോഴത്തേക്കും ബെയിലുവിനോട് പറയും നീയും ഡ്രസ്സ് ഊരെന്ന് പറയും. അതായത് ശരിക്കും അവളൊരു വട്ടത്തിയാണ് കേട്ടോ. അതായത് അവൾക്ക് ബ്രദറിനെ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെയാ അവരെ ഉപദ്രവിക്കണം. അപ്പോഴത്തേക്കും അവൻ കുറേ എന്താ പറയാ എതിർത്ത് നിൽക്കും. പക്ഷെ ഇവന്റെ നേർക്ക് തോക്ക് ചൂണ്ടുമ്പോൾ അവന് പേടിയാവും. അപ്പൊ അവൻ
അവൻ പതുക്കെ കോട്ട് വരും. എന്നിട്ട് ഇവള് വീണ്ടും ഭീഷണിപ്പെടുത്തും. അല്ല എന്തായാലും നീ വന്നതല്ലേ, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയും. അപ്പൊ അതായത് ഇവനെ കംപ്ലീറ്റ് മോശമാക്കുക, അതാണ് അവളുടെ ഉദ്ദേശം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവൻ ചില്ലറക്കാരനൊന്നല്ല, ഇവൻ പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്തിട്ട് അവള് അവിടെ നിലത്ത് വീഴും. എന്നിട്ട് പറയും മര്യാദയ്ക്ക് ഇവിടുന്ന് എല്ലാവരും പോയിക്കോ, അവളെ പൊക്കിക്കോ എന്ന് പറയും. അങ്ങനെ അവളെ എടുത്തിട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് പോവും. പക്ഷെ അത് പോയി കഴിയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ പയ്യന് ഭയങ്കരമായിട്ട് ഫിസിക്കലി ഭയങ്കര കൺട്രോൾ പോവുകയാണ്. കാരണം അങ്ങനത്തെ ഡ്രഗ്സ് ആണല്ലോ അടിച്ചത്. അപ്പൊ ചേട്ടാ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ രക്ഷിക്കാന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയണ്ടെന്ന് വിചാരിക്കുന്നു, എങ്ങനത്തെ രക്ഷിക്കില്ല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് അവൻ പറയും നീ തന്നെ സ്വയം ശ്രമിക്കാൻ പറയും. പക്ഷെ അവനൊന്നും അറിയില്ല. സോ ഫൈനലി അവനെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമ്മുടെ ബെയിലു തന്നെ രക്ഷകനാവുകയാണ്. എങ്ങനെയാവണേ എന്നുള്ളത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ യാ ഫൈനലി ഇറ്റ്സ് ഹാപ്പൻഡ്. അങ്ങനെ പിറ്റത്തെ ദിവസം നമ്മുടെ ചെക്കൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവൻ എന്താ പറ്റിയെന്ന് പോലും അറിയുന്നില്ല. അപ്പോഴത്തേക്കും ബെയില് വേഗം സ്പോർട്സിന് വന്നിട്ടുണ്ട്. അവന് ആകെ ടെൻഷനായിട്ടാണ്. അപ്പൊ ലീസിയാങ്ങിനോടൊക്കെ സത്യം പറഞ്ഞു കേട്ടോ. ലീസിയാങ് പറയുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, സാരമില്ല, എന്തായാലും നീ നല്ലതിന് വേണ്ടിയിട്ടല്ലേ, നീ ഇനി അത് ആലോചിക്കണ്ട, ഞാൻ പോയിട്ട് അവനെ പിക്ക് ചെയ്യാന്ന് പറയും. അങ്ങനെ അവൻ ആ ഒരു വീട്ടിൽ, പുതിയ വീട്ടിലാണല്ലോ, അപ്പൊ ആ പുതിയ വീടിന്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ലീസിയാങ് അവനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ലീസിയാങ് പറയും നീ ഒന്ന് മനസ്സിലാക്കരുത്, എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, ഒന്നും വെറുതെ അല്ല എന്ന് പറയും. അപ്പം ലൂഫൻ പറയും എനിക്കറിയാം, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, ഞാൻ തന്നെയാണ് ഇതിൽ ഒരു കാരണമായത്, ഞാൻ ആ പാർട്ടിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാവും. അപ്പം നമ്മുടെ ലൂഫൻ ആണെങ്കിൽ ഓൾറെഡി ഉള്ള ടെൻഷൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് പറയും ബ്രദറിൻ്റെ ജോലി പോരാ, കുറച്ചും കൂടി നല്ല ജോലി ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും എങ്ങനെയാ അമ്മ ഇനി ബുദ്ധിമുട്ടിക്കുക അവരെ, ബെയിലുവിനോട് പറയാന്ന് പറയും. നീ പറയുക അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താണ് അമ്മ, അതായത് നിനക്ക് കുടുംബത്തെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള മട്ടില്. അങ്ങനെ അവൻ സൂപ്പ് ഉണ്ടാക്കിയിട്ട്, അവൻ്റെ ഒരു പ്രധാന ഹോബി ഈ സൂപ്പ് ഉണ്ടാക്കലാണ്. ഈ സൂപ്പും കൊണ്ടിട്ട് അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക്, അവൻ്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്. എന്നിട്ട് അതും കൊണ്ടുപോയിട്ട് ചേട്ടാ ചേട്ടനുള്ള സൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുന്ന് വെക്കും. ബെയിലും ആണെങ്കിലും പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല, ലൂഫൻ ആണെങ്കിലും അങ്ങനെ അത് വെക്കുന്നു. അപ്പോഴത്തേക്കും കഴിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നിനക്ക് ഇന്ന് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പം പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൻ ആകെ നനഞ്ഞുണ്ട് മഴയത്ത് വന്നിട്ട്. അപ്പൊ വേഗം തലയൊക്കെ തോർത്തി കൊടുക്കും. നമ്മുടെ ബെയില് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ലൂഫാനിന് ആകെ കരച്ചിൽ വരും, സങ്കടം വന്നിട്ട് അവൻ്റെ മേല് കിടക്കും. അപ്പൊ അവനെ ഹഗ് ചെയ്യും ബേലു. എന്നിട്ട് ചോദിക്കും എന്താ കാര്യം ചോദിക്കും, എന്ത് പറ്റി, നിന്റെ ബ്രദറിന്റെ ജോലി പോരേ ചോദിക്കും. അതായത് ബേലുവിന് ഭയങ്കരമായിട്ട് ലൂഫനെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ലൂഫൻ പറയും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബേലുവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പോഴത്തേക്കും അവൻ പറയും ശരി, അത് ഞാൻ സെറ്റാക്കാം, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് പറയും. നീ ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ അവനെ മാറ്റിക്കൊടുക്കും. അങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് അപ്പൊ ബേലു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇത് ഇന്റർനാഷണലി ചെയ്യുകയാണോ എന്നുള്ളത്. കാരണം ബേലുവിന് മനസ്സിലാവുന്നില്ല. കാരണം ലൂഫൻ ഭയങ്കരമായിട്ട് ബെയിലുവിനെ ഭയങ്കര അഡിക്റ്റ് ആക്കുന്ന പോലെ. അങ്ങനെ അതും പറഞ്ഞിട്ട് ലൂഫൻ പറയും ഞാൻ എന്നും സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറയും ബെയിലുവിനോട്. അപ്പം എന്നിട്ട് ബെയിലു പറയും വേണ്ട, നീ ഇനി എന്നും സൂപ്പ് ഉണ്ടാക്കി വരാൻ നിൽക്കണ്ട, നീ ഇപ്പോൾ തൽക്കാലം പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ലുഫൻ അവിടുന്ന് പോവും. അങ്ങനെ പിറ്റത്തെ ദിവസം കാണുമ്പോഴത്തേക്കും നമ്മുടെ ലുഫനും ബെയിലും ആയിട്ടുള്ള റിലേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആവുകയാണ് കേട്ടോ. അതായത് ഭയങ്കര റൊമാൻറ്റിക് ആവുന്നു. കാരണം അവരെ കുറച്ചും കൂടി അടുത്തു. ദെൻ പിന്നെ കുറേ റൊമാൻറ്റിക് സീൻസ് ആണ്. അതായത് പല സ്ഥലത്ത് വെച്ചിട്ടും അവർ ഭയങ്കര സീക്രട്ട് ആയിട്ടാണെങ്കിലും അവർ കാണുന്നു, മിണ്ടുന്നു. ദെൻ അതിൽ കൂടുതൽ ഭയങ്കര ക്ലോസ് ആവുകയാണ്. അപ്പം അവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആവുന്നത് നമുക്ക് കാണാനുണ്ട്. ദെൻ അതിൻ്റെ ഇടയിൽ യാ കിസ്സിങ് വരെ അവർ തമ്മിലുണ്ടാവുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ജസ്റ്റ് ചേട്ടൻ അനിയൻ എന്നുള്ള റിലേഷനിൽ നിന്ന് ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയി. അങ്ങനെ നമ്മുടെ ബേലു പറയാണ് ഞാൻ എന്തായാലും അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാണ്, അപ്പാർട്ട്മെന്റിലേക്ക് മാറുകയാണെന്ന് പറയും. ശരി എന്ന് പറയും. അപ്പോൾ ബേലു പറയും നീയും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തോ, നീയും എൻ്റെ കൂടെ അപ്പാർട്ട്മെന്റിലേക്ക് വരിക എന്ന് പറയാണ്. എൻ്റെ ദൈവമേ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടുപേരും കൂടി അപ്പാർട്ട്മെന്റിൽ മൂവ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അതിന്റെ കീയും ഓൾറെഡി നമ്മുടെ ബേലു അവനും കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. അതായത് എപ്പോൾ വേണമെങ്കിലും രണ്ടുപേർക്കും എൻ്റർ ചെയ്യാവുന്ന രീതിക്ക്. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോഴത്തേക്കൊക്കെ നല്ല വലിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അവനവിടെ കിച്ചണും ഒക്കെ നോക്കുന്നുണ്ട്. കാരണം അവൻ ഏറ്റവും ആദ്യം നോക്കുന്നത് കിച്ചണൊക്കെയാണ്. കാരണം നമ്മുടെ ചേട്ടന് വേണ്ട സൂപ്പും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെ ആദ്യം രാത്രി തന്നെ അവൻ എല്ലാ പണികളും തുടങ്ങി സൂപ്പ് ഉണ്ടാക്കാനൊക്കെ. അങ്ങനെ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും
ബേലു വരുന്നു. ദെൻ ബേലു പോയിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വരാമെന്ന് പറയുന്നത്. ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ന്യൂലി വെഡ് കപ്പിൾസ് സംസാരിക്കുന്ന പോലെയാണ് അവരുടെ ഒരു സംസാരം. അങ്ങനെ വീണ്ടും നമ്മുടെ ബേലുവിനെ നമ്മുടെ ലൂഫൻ നോക്കി നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ശരി ഞാനെന്നാൽ വാഷ് ചെയ്യാൻ പോട്ടെ, അതോ നീയും വരുന്നുണ്ടോ ചോദിക്കും. അപ്പോഴത്തേക്ക് ലൂഫന് ഭയങ്കര നാണക്കേടായിട്ട് അവിടെ നിന്ന് ഓടും. ദെൻ നമ്മുടെ ലൂഫാന് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും വെച്ചിട്ട് നമ്മുടെ ബേലുവിന് കൊടുക്കുന്നുണ്ട്. അവരൊരു ഹാപ്പി ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ബേലുവിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുത്ത് നല്ലൊരു സീനോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾ കാണുന്ന പോലെ ഇനി ഭയങ്കര ഒരു ട്വിസ്റ്റുകളാണ് ഇനി ഈ സീരീസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണാം. സോ ബൈ ഫ്രണ്ട്സ്.